പശ്ചിമ ബംഗാളിലെ പുതുതായി അധികാരമേറ്റ ബി.ജെ.പി. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി. സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെയും വഴിയോര കച്ചവടക്കാരെയും ലക്ഷ്യമിട്ട് ബി.ജെ.പി. സർക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് മമത ആരോപിച്ചു. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഭരണകാലം എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ ബി.ജെ.പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും മമതാ ബാനർജി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളെക്കുറിച്ചും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ നടക്കുന്ന ബുൾഡോസർ നടപടികളെക്കുറിച്ചും മമത ആശങ്ക രേഖപ്പെടുത്തി. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ മെയ് 21-ന് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ പുതുതായി അധികാരമേറ്റ ബി.ജെ.പി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ മന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിയാനൊക്കെ മമത വലിയ രീതിയിൽ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുവേന്ദു അധികാരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വിമർശനങ്ങളാണ് മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെയും വഴിയോര കച്ചവടക്കാരെയും ഒക്കെ ലക്ഷ്യമിട്ട് ബി.ജെ.പി. സർക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്നൊരു ആരോപണമാണ് മമത പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഭരണകാലം എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ ബി.ജെ.പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും ഒരു ആരോപണം കൂടി മമതാ ബാനർജി ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളെക്കുറിച്ചും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ നടത്തുന്ന ബുൾഡോസർ നടപടികളെക്കുറിച്ചുമൊക്കെ മമത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ മെയ് 21-ന് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. മമതാ ബാനർജിയാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ബി.ജെ.പി. സർക്കാരിനെതിരെയും പശ്ചിമബംഗാളിലെ സുവേന്ദു സർക്കാരിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയായ മമതാ ബാനർജി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും നരേന്ദ്രമോദിക്കെതിരെയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഭരണകാലം എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ ബി.ജെ.പിക്ക് അധികാരം നഷ്ടപ്പെടുമെന്നുമാണ് മമതാ ബാനർജി വിമർശിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. UAE, നെതർലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി റോമിലെത്തിയത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ആന്റോണിയോ തജാനിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നതിനും 2025-29 കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാന കർമ്മ പദ്ധതി അവലോകനം ചെയ്യുന്നതിനും ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രതിരോധം, പുനരുപയോഗ ഊർജം, ക്ലീൻ ടെക്നോളജി, ബഹിരാകാശം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും 2029 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. വിദേശ പര്യടനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റോമിൽ എത്തിയിരിക്കുകയാണ്. UAE, നെതർലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നതിനു ശേഷം ഇവിടെയൊക്കെയുള്ള സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി റോമിലെത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ആന്റോണിയോ തജാനിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. എക്സിലൂടെയാണ് താൻ റോമിലെത്തിയെന്ന വിവരം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജോർജിയ മെലോനിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നതിനും 2025 മുതൽ 29 കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാനമായ കർമ്മ പദ്ധതികളൊക്കെ അവലോകനം ചെയ്യുന്നതിനും ഇരു നേതാക്കളും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും പ്രതിരോധം, പുനരുപയോഗം, ഊർജം, ക്ലീൻ ടെക്നോളജി, ബഹിരാകാശം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും 2029 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ എത്തിക്കാനുമൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പുടിൻ ചൈനയിലെത്തിയത്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. യുഎസുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് പുടിന്റെ സന്ദർശനം. അതേസമയം ട്രംപിന്റെയും പുടിന്റെയും ചൈന സന്ദർശനങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നും ഫെബ്രുവരി 4-ന് പുടിനും ഷി ജിൻപിങ്ങും സംസാരിച്ചതിനു ശേഷമാണ് യാത്ര തീരുമാനിച്ചിരുന്നതെന്നുമാണ് റഷ്യൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. 2025 സെപ്റ്റംബറിലാണ് പുടിൻ ഇതിനു മുൻപ് ചൈനയിലെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശനം നടത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈന സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പുടിൻ ഇന്നലെയാണ് ചൈനയിൽ എത്തിയിട്ടുള്ളത്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായൊക്കെ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യുഎസുമായുള്ള വ്യാപാര ബന്ധമൊക്കെ ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് പുടിൻ ഇത്തരത്തിലൊരു സന്ദർശനത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്നാലും ട്രംപിന്റെയും പുടിന്റെയും ചൈന സന്ദർശനങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നും ഫെബ്രുവരി 4-ന് പുടിനും ഷി ജിൻപിങ്ങുമായി സംസാരിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു യാത്ര തീരുമാനിച്ചതെന്നുമാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. 2025 സെപ്റ്റംബറിലാണ് പുടിൻ ഇതിനു മുൻപ് ചൈനയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ട്രംപിന്റെ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പുടിൻ ചൈനയിലെത്തിയത്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്.